അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് തീയിട്ട് ഇറാൻ. 4ലധികം ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് അറേബ്യൻ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അബ്രഹാം ലിങ്കൺ എന്ന യുദ്ധക്കപ്പലിന് നേരെ അതിശക്തമായിരിക്കുന്ന ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. കപ്പലിൻ്റെ ഒരു ഭാഗത്ത് തീ പടർന്നിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. വളരെ കൃത്യതയോടുകൂടി അതിൻ്റെ വീഡിയോ സഹിതം ഇറാന്റെ റെവല്യൂഷണറി കമാൻഡർമാർ പുറത്തുവിടുകയും ചെയ്തു. 3 സൈനികർ ഇതോടനുബന്ധിച്ചോ അല്ലെങ്കിൽ അതിൽ തുടർച്ചയായ രീതിയിൽ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടോ കൊല്ലപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നു. ഇത് അമേരിക്ക സ്ഥിരീകരിച്ചതാണ്. 3 സൈനികർ കൊല്ലപ്പെട്ടു, 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിശക്തമായിരിക്കുന്ന ആക്രമണം ഇറാൻ്റെ ഭാഗത്തുണ്ടായിരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കാതെ പോയി എന്നുള്ളതാണ് അവരിപ്പോൾ വിലപിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം. അതിൻ്റെ എത്രത്തോളം വരുന്ന മിസൈലുകൾക്ക് എത്രത്തോളം ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കുക എന്നുള്ളതാണ് അമേരിക്ക സാധാരണഗതി ചെയ്യാറുള്ളത്. ഇതിൻ്റെ ശക്തിക്കനുസരിച്ച് പ്രതിരോധം തീർക്കാൻ വേണ്ടി സാധിക്കാതെ പോയി. അത് നിരന്തരം എന്ന് പറഞ്ഞ പോലെ കപ്പൽ പ്രവേശിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഏകദേശം 60 മുതൽ 75 വരെ യുദ്ധവിമാനങ്ങൾ വഹിക്കാവുന്നതാണ് അബ്രഹാം ലിങ്കൻ്റെ കപ്പൽ എന്ന് പറയുന്നത്. അബ്രഹാം ലിങ്കൻ്റെ പേരുള്ള കപ്പൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക കപ്പലിൽ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിപ്പോൾ ഏകദേശം 1 മാസത്തിലധികമായി അറേബ്യൻ കടലിലാണ് നങ്കൂരമിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് നിരീക്ഷിക്കുകയാണ്. അവിടുന്ന് പരീക്ഷണ പറക്കൽ നടക്കലുണ്ട്, അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. വെനിസുലയുടെ വിഷയം കഴിഞ്ഞതോടുകൂടി ഇത് പിന്നെ സജീവമായി. അതിൽ കൂടുതൽ സൈനികർ 2000-ലധികം സൈനികരെങ്കിലും ഈ കപ്പലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 75 അതിൽ കൂടുതലോ യുദ്ധവിമാനത്ത് ഒരേ സമയം ലാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ സംവിധാനങ്ങളും അതിൻ്റെ മേൽക്കൂര ഏകദേശം 2-3 കിലോമീറ്റർ നീളത്തിലുള്ള ഈ രീതിയിലാണ് കപ്പലിനെ കാണാൻ വേണ്ടി സാധിക്കുക. അത്രയ്ക്ക് ഈ വിസ്താരമുള്ളതും സൗകര്യമുള്ളതും ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ളതുമായിരിക്കുന്ന വലിയ യുദ്ധക്കപ്പലാണ്. പക്ഷേ ഇറാൻ്റെ മുൻപിൽ മുട്ടുമടക്കേണ്ടി വന്നു. അതിന് തീപിടുത്തമുണ്ടായി. തീ കെടുത്തിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. തങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക അവകാശപ്പെട്ടു. എന്നാൽ ഒരു പക്ഷേ ഒന്നെങ്കിലും കപ്പൽ വീണിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ സാധാരണഗതിയിൽ അമേരിക്കയും ഇസ്രായേലൊന്നും ഒരു കാലത്തും അവരുടെ സൈനികർക്ക് നേരെ വരുന്ന ആക്രമണത്തെയോ കപ്പൽ നേരെ ആക്രമണത്തെയോ സ്ഥിരീകരിക്കാറില്ല. അത് അങ്ങനെ തന്നെ മാഞ്ഞു പോകാറാണുള്ളത്. 10 പേർ മരിച്ചാൽ ഒരാൾക്ക് പരിക്കേറ്റി എന്നൊക്കെയാണ് സാധാരണക്കാർ പറയാറുള്ളത്. അത് എല്ലാ യുദ്ധത്തിൻ്റെ കെടുതിയിലും പ്രശ്നത്തിലും ഇവരുടെ സമീപന രീതി അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഗസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു 10 ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടാൽ പോലും ആ 10 ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടെന്ന് കൃത്യമായിരിക്കുന്ന റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ 10 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടാൽ ഒരു പക്ഷേ അതിന് വീഡിയോ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സൈനികന് ചെറിയ രീതിയിൽ പരിക്കേറ്റു എന്ന് പറയാറാണ് സാധാരണഗതിയിൽ പതിവുള്ളത്. അതിൻ്റെ ഒരു തുടർ ചലനം തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തും പുറത്ത് വന്നത് എന്ന് ചുരുക്കം. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ യുദ്ധപ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ട് രാജ്യം തയ്യാറായി എന്ന തരത്തിൽ ഈ ചുവന്ന ത്രിവർണ്ണ കൊടി തലസ്ഥാന നഗരിയുടെ പാർലമെൻറ്റ് മുമ്പിൽ, അതായത് ആത്മീയ നേതാവിനോട് ചേർന്നിട്ടുള്ള മേഖലയ്ക്ക് മുൻപിൽ ഉയർന്നിരിക്കുന്നു. അപ്പോൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം, അതില്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇറാൻ്റെ അകത്ത് ആയത്തുള്ള അലി ഖംനയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 43ഓളം സുരക്ഷാ സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇത്ര വൈകാരികമായ രീതിയിൽ സർവ്വമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമണം നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. ജെറാൾഡ് ഫോർഡ് മറ്റൊരു യുദ്ധക്കപ്പലാണ്. അത് മെഡിറ്ററേനിയൻ കടലിൽ ഇസ്രായേലിനോട് ചേർന്നിട്ടുള്ള മെഡിറ്ററേനിയൻ കടൽ തീരത്താണുള്ളത്. എന്നാൽ ഇവിടെ അതിരൂക്ഷമായിരിക്കുന്ന യുദ്ധവും പ്രത്യാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തിയതുകൊണ്ട് ജെറാൾഡ് ഫോർഡിനെ ഏകദേശം പുറകോട്ട് പറയുന്നത് 100 നോട്ടിക്കൽ മൈൽ പുറകോട്ട് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഇതിനും ഏതെങ്കിലും തരത്തിൽ ആക്രമണ കാര്യങ്ങളോ വന്നാൽ പിന്നീട് ഈ കപ്പലിൽ വെച്ചുകൊണ്ട് യുദ്ധം പറത്തുക എന്നുള്ളത്, വിമാനം പറത്തുക എന്നുള്ളതൊക്കെ വലിയ ശ്രമകരമായിരിക്കുന്ന കാര്യമായിട്ട് മാറും. അതുകൊണ്ട് ഇവരിപ്പോൾ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ആ യുദ്ധത്തിൽ പെടാത്ത രീതിയിൽ ഈ പിന്മാറുക എന്നുള്ള കാര്യവും അവരാലോചിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. 2003 ശേഷം ഇത്ര വലിയ സജ്ജീകരണങ്ങൾ അമേരിക്ക സംഘടിപ്പിക്കുന്നത് ആദ്യമായി. 2003 എന്ന് പറഞ്ഞാൽ ഇറാഖ് അമേരിക്കൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്താണ് വൻ സംവിധാനത്തോടു കൂടിയും സജ്ജീകരണത്തോടു കൂടിയും എല്ലാ രാജ്യങ്ങളെയും തയ്യാറെടുപ്പ് നടത്തിയിട്ട് 31 രാഷ്ട്രങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് ഇറാഖിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത്.
അതിനുശേഷം 2026 ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയത്. എന്നാൽ അറേബ്യൻ മേഖലയിൽ നിന്ന് ആക്രമിക്കാൻ വേണ്ടി അനുവദിക്കുകയില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആക്രമണം നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് ഇറാൻ പറയുന്നു. അവർക്കത് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും അറബ് രാജ്യങ്ങൾക്ക് അമേരിക്ക എന്തെന്നോ ഇസ്രായേൽ എന്തെന്നോ കൃത്യമായ രീതിയിൽ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അവരിപ്പോൾ ന്യായീകരിക്കുന്ന തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ അറേബ്യൻ ബേസിൽ നിന്ന് തന്നെ ഇറാൻ ആക്രമണം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഈ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സ്ഥിരീകരിക്കുകയും അതൊരു യാഥാർത്ഥ്യമായിരിക്കുന്ന സംഭവമാണ് എന്ന് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. സൈനികർ കൊല്ലപ്പെട്ടതുണ്ട്. 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു, 5 പേർക്ക് പരിക്കേറ്റു. പിന്നീട് 9 ഇസ്രായേലിയർ കൊല്ലപ്പെട്ടു, 26 പേർക്ക് പരിക്കേറ്റു. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ദിവസം 2 മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ചൈനയ്ക്ക് വേണ്ടി ഹോർമുസ് കടൽ അടക്കുകയില്ല എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പ്രഖ്യാപിച്ചു. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം അടച്ചിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അടച്ചിട്ടില്ലെങ്കിലും വലിയ നിയന്ത്രണമാണ്, അടച്ച രീതിയിലാണ് പിന്നീട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. എന്നാൽ ഈ മേഖല സുരക്ഷിതമല്ലെന്ന് കപ്പൽ മുതലാളിമാരൊക്കെ കപ്പലിൻ്റെ തൊഴിലാളികളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന സുരക്ഷിതമില്ല, ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടന്നാൽ കപ്പൽ അപ്പാടെ തന്നെ മുങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ വലിയ നാശങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിനാൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖല ഒഴിവാക്കണം എന്നുള്ളതാണ്. എന്നാൽ പൂർണ്ണമായി അടച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടിൻ്റെ തുടർ ഭാഗത്ത് ഇറാൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ചൈന എന്ന് പറയുന്നത്. ചൈനയിലേക്കുള്ള എല്ലാവിധ പെട്രോളിയം ഈ ഹോർമുസ് കടൽ കേന്ദ്രീകരിച്ചാണ് പോകുന്നത്. അങ്ങനെ അത് അടക്കപ്പെട്ട് കഴിഞ്ഞാൽ ചൈനയിലേക്ക് ഈ പെട്രോളിയം പോകാൻ പറ്റാത്തൊരു സ്ഥിതി വരും. അത് വലിയ സാമ്പത്തിക ബാധ്യതയും നഷ്ടവും ഇറാൻ ഉണ്ടാക്കുമെന്നതിനാൽ തൽക്കാലത്തേക്ക് ഹോർമുസ് കടൽ അടക്കുന്നില്ല. പക്ഷേ തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും. തങ്ങളുടെ ശത്രുവാണ് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് തടയപ്പെടുക തന്നെ ചെയ്യും എന്നും കൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുന്നു. ഏതായിരുന്നാലും അബ്രഹാം ലിങ്കൺ കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തി എന്നുള്ള സംഭവം അത് നിസ്സാരമല്ല. അമേരിക്കക്ക് ഏറ്റവും വലിയ ആഘാതമുണ്ടാകുന്നതും അമേരിക്ക തോൽവിയുടെ ആരംഭം കുറിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന സംഭവമാണ് എന്നുകൂടി നമുക്ക് യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.